أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هنالك دعا زكريا ربه قال رب هب لي من لدنك ذرية طيبة إنك سميع الدعاء فنادته الملائكة وهو قائم يصلي في المحراب أن الله يبشرك بيحيى مصدقا بكلمة من الله وسيدا وحصورا ونبيا من الصالحين. സൂറ ആലി ഇമ്രാനിലെ 38-39 ആയത്തുകൾ. ഹുനാലിക, അപ്പോൾ അവിടെ വെച്ച്, ദഅ സക്കരിയ, സക്കരിയ അലൈഹിസ്സലാം വിളിച്ചു, റബ്ബഹു, തൻ്റെ രക്ഷിതാവിനെ. ഖാല, അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു, റബ്ബി, എൻ്റെ നാഥ, ഹബ്ലി, ഹിബത്ത് ദാനം, ഹബ്ലി, നീ എനിക്ക് ദാനമായി നൽകണമേ, അഥവാ നീ എനിക്ക് തരണമേ, മിൻ ലദുൻക, നിന്നിൽ നിന്ന് പ്രത്യേകമായുള്ള, ദുർരിയത്തൻ ത്വയ്യിബത്തൻ, ഒരു നല്ല തലമുറയെ അല്ലെങ്കിൽ ഒരു നല്ല സന്തതിയെ. ദുരിയത്തിന്റെ അർത്ഥം നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. ഇന്നക സമീഉ ദുആ, നീ പ്രാർത്ഥന കേൾക്കുന്നവൻ ആണല്ലോ. ഫ, അപ്പോൾ നാദത്തുഹുൽ മലായിക്കത്തു, മലക്കുകൾ അദ്ദേഹത്തെ വിളിച്ചു. വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. ഫ എന്നത് അപ്പോഴല്ല, അങ്ങനെ, ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എന്നർത്ഥം. വഹുവ ഖായിമുൻ, അദ്ദേഹം നിൽക്കുന്നവനായിരിക്കെ, നിൽക്കുന്നവനായ അവസ്ഥയിൽ, യുസല്ലി, നമസ്കരിക്കുന്നവനായി, നമസ്കരിച്ചുകൊണ്ടിരിക്കെ എന്നർത്ഥം. ഫിൽ മെഹ്റാബി, മെഹ്റാബിൽ. മെഹ്റാബ് എന്താന്ന് നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു, അദ്ദേഹത്തിന്റെ മെഹ്റാബിൽ. അന്നല്ലാഹ യുബശ്ശുർക, മലക്കുകൾ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? അന്നല്ലാഹ യുബശ്ശുർക, അള്ളാഹു താങ്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്ന്. ബി യഹ്യ, യഹ്യയെ കൊണ്ട്. മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നു, മുസദ്ദിഖൻ, സത്യപ്പെടുത്തുന്നവനായി, ബി കലിമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു വചനത്തെ, വസയ്യിദൻ, ജനനായകനായി, വഹസൂറൻ, ഹസർ കോട്ടയാണ്, അല്ലെങ്കിൽ ഗ്രാമറിൽ ഹസർ എന്ന് പറഞ്ഞാൽ പരിമിതമാക്കുക, അതല്ലാതെ ഇല്ല എന്നൊക്കെ പറയുന്നതിനാണ് പറയാം. ഹസൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വികസിത രൂപമാണ്. നല്ല നിയന്ത്രണമുള്ളവനായി, നല്ല ആത്മനിയന്ത്രണമുള്ളവനും ആയിട്ട്. നബിയൻ മിനസ് സാലിഹീൻ, സാലിഹീങ്ങളിൽപ്പെട്ട നബിയായിട്ടും. സക്കരിയ അലൈഹിസ്സലാം മറിയം ബീവിയുടെ അടുത്ത് ഭക്ഷണം കൊണ്ടു. കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ, അമാനുഷികമായ മനുഷ്യരുടെ ഇടപെടലൊന്നുമില്ലാതെ, ഭക്ഷണം എത്താൻ ഭൗതികമായ യാതൊരു സാഹചര്യവും ഇല്ലാത്ത സന്ദർഭത്തിൽ മറിയമിന്, ഒരു പെൺകുട്ടിക്ക് അല്ലാഹു തആല ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ െങ്കിൽ കാര്യകാരണ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ലാതെ എനിക്കൊരു കുഞ്ഞുമുണ്ടാകാമല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. കാരണം അദ്ദേഹത്തിന് കുറേ കാലമായിട്ട് കുഞ്ഞുണ്ടായിട്ടുണ്ടായിരുന്നില്ല. കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലമായിട്ടുണ്ട്, വാർദ്ധക്യത്തോടെത്തിയിട്ടുണ്ട്, ഭാര്യ ഇനി പ്രസവിക്കാൻ സാധ്യതയില്ല എന്നുള്ള അവസ്ഥയിലെത്തിയിട്ടുണ്ട്, ഇദ്ദേഹം വളരെ വൃദ്ധനായിട്ടുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ഇനി സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് പോലെ ഒരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല.
അത്തരം സന്ദർഭത്തിൽ പിന്നെ പ്രാർത്ഥന നിർത്തുമല്ലോ സാധാരണഗതിയിൽ ആളുകൾ. നമ്മൾ സമൂഹത്തിൽ കാണുന്ന കാഴ്ചയാണ്. ഇനിയിപ്പോൾ അള്ളാഹിനോട് കുട്ടിയെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല, അതിൻ്റെ കാലം കഴിഞ്ഞു പോയി എന്നുള്ള ഒരു നിലപാടിൽ എത്തുമല്ലോ. ആ സമയം എത്തി പ്രാർത്ഥനയൊക്കെ നിർത്തിയ സമയത്താണ് ഇത് കാണുന്നത്. ഒരു കാരണവും ഭൗതികമായി ഇല്ലാതെ ഈ കുട്ടിക്ക് ഇങ്ങനെ അന്നം കൊടുക്കാൻ അള്ളാഹു തയ്യാറാകുമെങ്കിൽ അതുപോലെ എനിക്ക് ഒരു കുഞ്ഞിനെയും തരാമല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു റബ്ബി ഹബിലി മില്ലദുൻക ദുർരിയത്തൻ തയ്യിബത്തൻ. ഈ മില്ലദുൻക എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലാക്കിയാൽ അത് നമുക്ക് പ്രത്യേകം മനസ്സിലാകും. ലദുന്നിയായ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ കിട്ടുന്ന ഇൽമ് അതുപോലെയുള്ള നിഅമത്തുകൾ ഒക്കെയാണ് ലദുന്നി എന്ന് പ്രത്യേകം പറയാം. അത് വേഗം മനസ്സിലാകാൻ സൂറത്തുൽ കഹ്ഫിൽ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ സഞ്ചരിച്ച എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, ഖളിറിന് ആതൈനാഹു മിൻ ലദുന്ന ഇൽമ, മൂസാ നബിക്ക് മനസ്സിലാവാത്ത, മൂസാ അലൈഹി ഇസ്ലാമിന് കിട്ടിയിട്ടില്ലാത്ത നേരിട്ടുള്ള, കാരണം കുട്ടി മരിക്കുന്നതാണ് നല്ലത് എന്നൊന്നും ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ ആലോചിച്ചാൽ കിട്ടുന്ന വിവരമല്ലല്ലോ. അപ്പോൾ ആ കുട്ടി ജീവിച്ചിരിക്കുന്നതല്ല നല്ലത് എന്ന് നേരിട്ടുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടിയിരിക്കും. അത്തരം കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് ആതൈനാഹു മിൻ ലദുന്ന ഇൽമ, നേരിട്ട് നമ്മളിൽ നിന്നുള്ള ചില ഇൽമുകൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്നതുപോലെ നിന്നിൽ നിന്ന് പ്രത്യേകമായി എങ്ങനെയെന്നറിയില്ല വൃദ്ധനായ എനിക്ക് അതുപോലെ പ്രസവിക്കാത്തവളായ ഭാര്യയിൽ നീ പ്രത്യേകം അനുഗ്രഹിച്ച് ഒരു സന്തതിയെ തരണമേ എന്ന് സക്കരിയ അലൈഹിസ്സലാം ഇത് കണ്ടപ്പോൾ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് പ്രാർത്ഥന സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സക്കരിയ അലൈഹിസ്സലാം തൻ്റെ മെഹ്റാബിൽ, മറിയമിൻ്റെ മെഹ്റാബിൽ വെച്ച് ഇത് കണ്ടപ്പോഴാണ് ഇങ്ങനെ തോന്നിയത്. എന്നിട്ട് സ്വന്തം മെഹ്റാബിൽ അദ്ദേഹം നമസ്കാരത്തിലായിരിക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ സക്കരിയ അലൈഹിസ്സലാമിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹു താങ്കളെ സന്തോഷ വാർത്ത അറിയിക്കുന്നു ബി യഹ്യ, യഹ്യായെ കൊണ്ട്. പിന്നെ യഹ്യായുടെ പ്രത്യേകതകൾ എടുത്തു പറയണം. മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള ഒരു കലിമത്തിനെ ശരിവെക്കുന്നവനായിട്ട്. ഇത് പറയുമ്പോൾ സക്കരിയ അലൈഹി സ്വലാമിനെ അറിയില്ല ഈ കലിമത്തിനെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഈസാ നബി പിന്നെ വരുന്നുണ്ട് എന്ന് ആണ് ഈ പറയുന്നത് എന്ന്. പക്ഷെ അള്ളാഹുവിൻ്റെ വാചകം അതായിരുന്നു എന്ന് പിൽക്കാലത്താണ് മനസ്സിലാവുക. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈസാ അലൈഹി സ്വലാം പിതാവില്ലാതെ ജനിക്കാൻ പോകുകയാണ്. അപ്പോൾ പിതാവില്ലാതെ ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞിനെ ആളുകൾ സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെ അല്ലാഹു തആല വിചാരിച്ചാൽ അങ്ങനെയൊക്കെ നടക്കും എന്ന് ചിന്തിക്കാവുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കുവാൻ വേണ്ടിയാണ്, ആ നാട്ടുകാരെ എത്തിക്കുവാൻ വേണ്ടി അള്ളാഹ് ചെയ്ത ആദ്യത്തെ പണിയാണ് കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ഒരു നിലക്കും പ്രസവിക്കാൻ സാധ്യതയില്ലാത്ത സക്കരിയ അലൈഹി സ്വലാമിൻ്റെ ഭാര്യ ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യുന്നത് അവർ കാണുകയാണ്. അപ്പം മറിയമ്മിന് ഭക്ഷണം കൊടുത്തതുപോലെ എനിക്കും കിട്ടുമല്ലോ എന്നാണ് സക്കരിയ അലൈഹി സ്വലാം ചിന്തിച്ചത്. നാട്ടുകാരിലെ സത്യാന്വേഷികളായ ആളുകൾ മനസ്സിലാക്കേണ്ടത് ആ പടുവൃദ്ധനായ സക്കരിയയുടെ മച്ചിയായ ഭാര്യ, വന്ധ്യയായ ഭാര്യ ഈ പ്രായത്തിൽ ഇനിയും ഗർഭം ധരിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ അല്ലാഹു തആല ചെയ്യുമെങ്കിൽ, അതുപോലെ അല്ലാഹു തആലാക്ക് എന്താണ് പിന്നെ മറിയമിൻ്റെ വയറ്റിൽ ഇങ്ങനെ വാർദ്ധക്യം ബാധിച്ച ഒരു പിതാവും ഇല്ലാതെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയാൽ എന്ന് സത്യാന്വേഷികൾക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നൊരവസ്ഥയുണ്ടാകും. ആ സംഗതിയാണ് ഇവിടെ മുസദ്ദിഖൻ ബി കലിമത്തിൻ മിനല്ലാഹ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അഥവാ ഈസാ അലൈഹി സ്വലാമിനെ സത്യപ്പെടുത്തുന്നവനായിട്ടാണ് യഹ്യ അലൈഹി സ്വലാം വരുന്നത്. മുസദ്ദിഖ് എന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിക്കുന്നവൻ, സത്യപ്പെടുത്തുന്നവൻ എന്നൊക്കെയാണ് വാക്കിൻ്റെ അർത്ഥം. അപ്പം യഹ്യ അലൈഹി സ്വലാമിന്
കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഈസാ അലൈഹിസ്സലാം കുറച്ചുകൂടി വലിയൊരു അത്ഭുതം എന്നേ ഉണ്ടാകുകയുള്ളൂ, അല്ലാതെ ഒരിക്കലും നടക്കുകയില്ല ഇങ്ങനെ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയില്ല. അതുകൊണ്ട് യഹ്യ അലൈഹിസ്സലാമിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഈസാ അലൈഹിസ്സലാമിന്റെ ജന്മം പിതാവ് ഇല്ലാതെ സാധ്യമാണ് എന്നത് സത്യമാണ് എന്ന് അംഗീകരിപ്പിക്കുന്ന ഒരു ജന്മമായിട്ടാണ് യഹ്യ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ജനിപ്പിക്കുന്നത്. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അള്ളാഹുവിൽ നിന്നുള്ള കെലിമത്ത്, ഈസാ കെലിമത്തുല്ലാഹ്, കെലിമത്ത് മിൻഹു എന്നൊക്കെ വേറെയും ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹുവിന്റെ കെലിമത്ത് അഥവാ കെലിമത്തിനാൽ ഉണ്ടായത്, കുൻ എന്ന് പറയുകയാണ് ചെയ്യുക, ഉണ്ടാവാൻ. അത് പറഞ്ഞപ്പോൾ ഉണ്ടായത് എന്നർത്ഥം. ആദം അലൈഹിസ്സലാം ഉണ്ടായതുപോലെ തന്നെ അങ്ങനെ ഉണ്ടായത് എന്ന അർത്ഥത്തിലാണ് ഈസാ അള്ളാഹുവിന്റെ കെലിമത്ത് എന്ന് ഈസാ അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത്. പിന്നെ യഹ്യ അലൈഹിസ്സലാമിന്റെ പ്രത്യേകത സയ്യിദാണ് എന്നാണ്. സാദ എന്ന് പറഞ്ഞാൽ നയിച്ചു എന്നാണ്. അതിനുണ്ടായ വാക്കാണ് സയ്യിദ്. നമ്മൾ മിസ്റ്റർ എന്നതിൻ്റെ അറബി പ്രയോഗമായിട്ട് മോഡേൺ അറബിയിൽ സയ്യിദ് ഉപയോഗിക്കലുണ്ട്. സയ്യിദ്, സയ്യിദത്ത്, മിസ്റ്റർ, മിസ്സിസ്. നമ്മുടെ ഈ തങ്ങൾ കുടുംബത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സയ്യിദ് എന്ന് ഉപയോഗിക്കലുണ്ട്. അത് അവർക്കാണ് ആത്മീയ നേതൃത്വം, മുസ്ലിം സമുദായത്തിൻ്റെ റസൂലിൻ്റെ കുടുംബത്തിനാണ് അത് കിട്ടേണ്ടത് എന്ന ചിന്താഗതിയിലൂടെ ഇങ്ങനെ വന്ന് അങ്ങനെ ഉണ്ടായി തീർന്ന പേരാണ് സാദാത്തുക്കൾ, സയ്യിദുകൾ എന്നൊക്കെ വാക്ക്. അത് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അങ്ങനെ തങ്ങൾ കുടുംബത്തിൽപ്പെട്ടവനായിട്ട് എന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. പകരം അദ്ദേഹം ജനങ്ങളെ നയിക്കും, അങ്ങനെ നയിക്കുന്നവനായിട്ടാണ്. അഥവാ വേറെ ആരുടെയോ പിന്നാലെ നടക്കുന്നവനായിട്ടല്ല. മനുഷ്യ സമൂഹം ജീവിതത്തിൽ നട്ടം തിരിയുമ്പോൾ മുന്നോട്ട് നയിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന, സമൂഹത്തിന് ഗതി കാണിച്ചു കൊടുക്കുന്ന ആളായിട്ടാണ് യഹ്യ അലൈഹിസ്സലാം വരുന്നത്. ഹസൂറ, ജനനായകനാണ് എന്നതോടൊപ്പം വലിയ ആത്മനിയന്ത്രണമുള്ളവനാണ്. ആളുകളുടെ പ്രതിഷേധം, എതിർപ്പ്, അതുപോലെ ചെറുപ്പത്തിൽ വളരുമ്പോൾ കുട്ടികളിലൊക്കെ സ്വാഭാവികമായി കണ്ടുവരുന്ന പല പ്രലോഭനങ്ങൾക്കും കീഴ്പ്പെടൽ, പല മോഹങ്ങളുടെയും പിന്നാലെ പോകൽ, ഇങ്ങനെ മനുഷ്യന്റെ ആത്മനിയന്ത്രണം തകർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിൽ അതിലൊന്നും പെടാത്ത ഒരാളായിക്കൊണ്ട്, അതാണ് ഹസൂർ എന്ന് പറഞ്ഞത്. നബിയൻ, നുബുവത്തുണ്ടാകും. ഇങ്ങനെ നബിയും വലിയ ആത്മനിയന്ത്രണമുള്ളവനും ജനങ്ങളെ നയിക്കുന്നവനുമൊക്കെയായ ഒരു പുത്രനായിട്ട് യഹ്യ എന്നത് അദ്ദേഹത്തിൻ്റെ പേരാണ്. അത് അവിടെ അല്ലാഹു തആല തന്നെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് യഹ്യ എന്നാണ്. ആ പേരിൽ വേറെ ആരും മുമ്പ് ജീവിച്ചിട്ടില്ല എന്നൊക്കെ ഖുർആൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ കാര്യമാണ്. ഇവിടെ അത് വിശദീകരിക്കുകയല്ല. അതൊക്കെ സൂറത്ത് മറിയമിൽ സാമാന്യം വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ വിശദാംശങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്. ഇവിടെ മറിയമിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, യഹ്യയുടെ യാഥാർത്ഥ്യം എന്താണ്, ഈസായുടെ യാഥാർത്ഥ്യം എന്താണ് എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് ബനി ഇസ്രായേല്യരിൽപ്പെട്ട, വേദക്കാരിൽപ്പെട്ട ക്രിസ്ത്യാനികളെ കാര്യം മനസ്സിലാക്കുവാൻ വേണ്ടി സൂചന കൊണ്ട് തന്നെ അവർക്ക് മനസ്സിലാകുന്ന കാര്യം പരാമർശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. കുറച്ചുകൂടി വിശദമായിട്ടാണ് സൂറത്ത് മറിയമിൽ ഉള്ളത്. അതുകൊണ്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ അത് ചുരുക്കി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഏതായാലും യഹ്യ അലൈഹിസ്സലാമിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അദ്ദേഹം ഈസാ അലൈഹിസ്സലാം ഇങ്ങനെ ജനിക്കുമെന്നതിൻ്റെ തെളിവാണ്. ഒപ്പം സമൂഹത്തെ നയിക്കുന്ന നായകനാണ്. അതോടൊപ്പം വലിയ ജീവിത വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്ന, അഥവാ ആത്മനിയന്ത്രണം, തഖ്വയുടെ വേറൊരു പ്രയോഗമാണ് ഹസൂർ എന്ന് പറയുന്നത്. അതുപോലെ അള്ളാഹുവിൻ്റെ നബിയാണ്, സാലിഹീങ്ങളിൽ നിന്നുള്ള നബിയാണ് എന്നാണ്. സാലിഹീങ്ങളിൽ നിന്നുള്ള നബിയാണ്, അഥവാ സാലിഹ് അല്ലാത്ത നബിയാണ് എന്നതിൻ്റെ അർത്ഥമുണ്ടോ? അല്ല. ഇവനെൻ്റെ മോനാണ് എന്ന് പറയുന്നതും ഇവനെൻ്റെ പ്രിയപ്പെട്ട മോനാണ് എന്ന് പറയുന്നതും ഇവൻ്റെ പൊന്നാര കുട്ടിയാണെന്ന് പറയുന്നതും പ്രിയപ്പെട്ടവനല്ലാത്ത ശത്രുവായ മോനുണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവില്ലല്ലോ. അത് കൂടുതൽ സ്ട്രെസ്സിന് വേണ്ടി പറയുകയാണ് സാലിഹ്യങ്ങളിൽ നിന്നുള്ള നബിയാണ് എന്നത്. ഇങ്ങനെ ഉള്ള യഹ്യ അലൈഹിസ്സലാമിനെ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സക്കരിയ അലൈഹിസ്സലാമിന് സന്തതിയായി കൊടുക്കും എന്ന് പ്രത്യക്ഷത്തിൽ ആശ്ചര്യം തോന്നുന്ന, അദ്ദേഹത്തിന് പോലും വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഒരു വലിയ സന്തോഷവാർത്തയാണ് ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കരിയ അലൈഹിസ്സലാമിനെ അറിയിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, പിന്നീട് എന്ത് സംഭവിച്ചു എന്നതൊക്കെ ഇനിയുള്ള ആയത്തുകളിലുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അതിൻ്റെ വരികളും വരികൾക്കിടയിലുള്ളതും
പഠിക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ സയ്യിദും ഹസൂറുമായ നല്ല ധീരന്മാരായ കരുത്തന്മാരായ നേതാക്കളെ നൽകി ഈ ഉമ്മത്തിനെ അല്ലാഹു സഹായിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. ربنا زدنا علما وفهما ودقة ونظرا. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين.